മത്സരങ്ങളാണ് ഉണ്ടാവുക. 2 മത്സരങ്ങൾ അല്ലാതെ നോക്കാന്നേ, അത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കാം. അല്ല, ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നത്. അല്ല, അത് നമ്മൾ ആ കാര്യങ്ങളിൽ കടക്കാൻ മതി. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് അർജൻറ്റീനിയൻ ഫുട്ബോൾ ടീമിൻ്റെ 4/1 ഫാൻസ് ഉള്ളത്. അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള രാജ്യമാണ് ഇന്ത്യ, അർജൻറ്റീനൻ ടീമിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് അവർക്കിവിടെ വരാൻ താല്പര്യം കൂടുമല്ലോ. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പണത്തിലപ്പുറം അതാണ്. അവരൊരു ഫാൻ ബേസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അവർ അതുകൂടിയാണ് അവർ നോക്കുന്ന ഒരു കാര്യം. അല്ല, അത് നമ്മൾ തീരുമാനിക്കാം. അല്ല, അത് നോക്കൂ, അതൊക്കെ നമ്മൾ ആലോചിക്കാതിരിക്കുമോ? അതെല്ലാം ആലോചിക്കുന്നുണ്ട്. അത് നമുക്കത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മൾ പിന്നീട് അറിയിക്കാം. നമ്മളാദ്യം ഈ ഒരു കാര്യം വേൾഡ് നമ്പർ 1 ആദ്യം എൻഗേജ് ചെയ്യുക, അതിന് ശേഷമല്ലേ മറ്റുള്ള കാര്യങ്ങൾ. തീർച്ചയായും അല്ല, അവർ വരുമ്പോൾ തന്നെ അത് പ്രഖ്യാപിക്കുമല്ലോ. അവർ പ്രഖ്യാപിക്കാനാണ് വരുന്നത്. യെസ്, ഇല്ല. നമുക്ക് ഈ ഒരു കാര്യത്തിൽ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഫോറിൻ അഫയേഴ്സിൻ്റെ ഒക്കെ ഇപ്പോൾ നമ്മൾ ക്യൂബൻ ടീം വന്നിരുന്നു, യൂറോപ്യൻ ടീമുകളൊക്കെ തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്. അത് അതിൻ്റെ ഒരു പ്രോസസ്സാണ്. അതിലൊന്നും മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. ആ സമയത്ത് അവർ വിസക്ക് അപ്ലൈ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതവർ ചെയ്യും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി. തീർച്ചയായിട്ടും ആ സമയത്ത് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുമായൊക്കെ തന്നെ നമ്മൾ ചർച്ച നടത്തുമല്ലോ. ആദ്യം ഒരു നിലം ഒരുങ്ങണ്ട. ആദ്യം അത് ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ആര് നോക്കൂ, ടീമിൻ്റെ സ്പെയിനിലെ ഹെഡ് ക്വാർട്ടറിലാണ് നമ്മൾ പോയത്. അവിടെ മറ്റാരും ഉണ്ടാവില്ലോ, അർജൻറ്റീനിൻ്റെ ആളുകളിലേ ഉണ്ടാവുള്ളൂ. അല്ല, അർജൻറ്റീൻ ടീമിനായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകം അതിന് പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ട്. അവരുമായി സംസാരിച്ചു. ഓക്കെ, ശരി. നമ്മുടെ രാജു അക്ഷരുണ്ട്. അർജന്റീന ടീം വരുന്നു, മെസ്സി വരുന്നു. അങ്ങനെ മെസ്സി കേരളത്തിലേക്ക് എത്തുകയാണ്. അരുൺ സാറിന് മെസ്സിയാണോ നെയ്മറിനെ? മെസ്സിക്ക് പുട്ടുകടലേക്ക് ആയിരിക്കും അല്ലേ ഇഷ്ടം? ചിലപ്പോ അപ്പവും കുറുമയും കഴിക്കും. എന്തായാലും കൊച്ചിയായിരിക്കും മത്സരം നടക്കാൻ പോകുന്നത് മനസ്സിലാക്കുന്നത്. പിന്നെ പക്ഷേ അവിടെ അടുപ്പിക്കും എന്നുള്ളതാ, അത്രയും വലിയ തിരക്കായിരിക്കും. എന്തായാലും അർജന്റീന ടീം വരുന്നു, അത് സൗഹൃദ മത്സരം കളിക്കുന്നു. മാത്രവുമല്ല, കേരളത്തിലുള്ള ഫുട്ബോൾ ആരാധകർക്ക് അവരുടെ പ്രിയപ്പെട്ട മെസ്സിയെ അടുത്ത് കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. എന്തായാലും നല്ലൊരു നമ്മുടെ സൗമേഷിനെ എന്തായാലും ഡ്യൂട്ടിക്ക് പിന്നെ കാണാൻ പറ്റില്ല. സൗമേഷ്, വിനേഷ് അല്ലേ? അപ്പോൾ നമ്മുടെ സ്പോർട്സ് ജേർണലിസ്റ്റുകളെല്ലാം എന്തായാലും മെസ്സിയെയും സംഘത്തെയും കാണാൻ വേണ്ടി, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുക. അർജന്റീന വരാൻ പോകുന്നു, മെസ്സി പട എത്താൻ പോകുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അതിന്